പൊന്നു ഗുരുവായൂരപ്പ ശരണം. ഭഗവത്ഗീത 12-ാം അധ്യായത്തിൽ വളരെ സുന്ദരമായിട്ട് ഭഗവാൻ ഭക്തിയോഗത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അതിൽ തന്നെ 12-ാം അധ്യായം 8-ാം ശ്ലോകത്തിൽ ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുന, നീ നിൻ്റെ മനസ്സിനെയും ബുദ്ധിയെയും എന്നിൽ തന്നെ ഉറപ്പിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അതിന് നിനക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അഭ്യാസയോഗം അനുഷ്ഠിച്ച്, അതായത് നിയമങ്ങൾ ആചരിച്ച് നീ എനിക്ക് വേണ്ടി സേവനങ്ങൾ ചെയ്യൂ. അതും നിനക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടി കർമ്മം ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയും എനിക്ക് വേണ്ടിയിട്ട് കർമ്മം ചെയ്യാൻ നിനക്ക് പൂർണ്ണമായും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ ആ കർമ്മങ്ങളുടെ ഫലത്തെ ത്യജിക്കൂ എന്ന് പറയുന്നുണ്ട്. അപ്പം അതും നിനക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ എന്നെക്കുറിച്ചുള്ള ജ്ഞാനം വളർത്തൂ. ജ്ഞാനത്തെക്കാളും ശ്രേഷ്ഠമാണ് ധ്യാനം. ജ്ഞാനം വളർത്താൻ കഴിയുന്നില്ലെങ്കിൽ ധ്യാനം ചെയ്യൂ എനിക്ക് വേണ്ടിയിട്ടെന്ന് പറയുന്നുണ്ട്. അപ്പം ഏറ്റവും അവസാനം പടിപടിയായിട്ട് ഭഗവാൻ താഴേക്ക് വന്നിട്ട് ഭഗവാൻ അർജുനനോട് പറയുന്നുണ്ട്, അർജുന, നിനക്ക് ഈ പറഞ്ഞതൊന്നും തന്നെ നിനക്ക് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നീ എന്നിൽ തന്നെ പൂർണ്ണമായും ശരണം പ്രാപിച്ചു നിന്നാൽ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നീ എനിക്കായി ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്നെ രക്ഷിക്കാം എന്ന് ഭഗവാൻ ഭക്തന് വാക്ക് കൊടുക്കുന്നു അല്ലേ. ഇത് അർജുനനോട് മാത്രം പറയുന്നതല്ല ഭഗവാൻ, നമുക്കായിട്ട് ഭഗവാൻ പറഞ്ഞു വെക്കുന്നതാണ് ഇതൊക്കെ. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുഞ്ഞു കുഞ്ഞു സേവനങ്ങൾ, ഭഗവാനെ സ്മരിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുക. അപ്പം ഭഗവാൻ തീർച്ചയായും നമ്മളെ സംരക്ഷിക്കും എന്ന് ഭഗവാൻ 12-ാം അധ്യായത്തിൽ ഭക്തിയോഗത്തിലൂടെ ഭഗവാൻ നമുക്ക് വാക്ക് തരികയാണ്. അപ്പം എല്ലാവരും ഇതൊക്കെ അനുസരിക്കുക. ഹരേ കൃഷ്ണ.